ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ UK ഷൂട്ട് നടക്കുന്ന സിനിമയാണല്ലോ ഖലീഫ. പൃഥ്വിരാജിനെ നഗനയ്ക്ക് വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ അടുത്ത വർഷം 2026 ഓണം റിലീസായിട്ട് ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭൂരിഭാഗം ഷൂട്ടിങ്ങും അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലായിരിക്കും നടക്കുക. കാത്തിരിക്കൂ കൂടുതൽ ഖലീഫ അപ്ഡേറ്റുകൾക്ക്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ പുതിയൊരു ഈ കാണുന്ന പോസ്റ്റർ റിലീസ് ആയിരിക്കുകയാണ്. ഓഗസ്റ്റ് 28 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലോകയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായുള്ള വീഡിയോ ഗാനം ഉടനെ തന്നെ പുറത്തിറക്കുന്നുണ്ട്. കാത്തിരിക്കുക അതിന്റെ വാർത്തകൾക്ക്. ജിത്തു ജോസഫിന്റെ ഒരു സിനിമയുടെ ഷൂട്ട് കൂടി അങ്ങനെ പൂർത്തീകരിക്കുന്നു. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ഷൂട്ടാണ് പാക്കപ്പ് ആയിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ, ജോജി ജോർജ് തുടങ്ങിയ അഭിനേതാക്കൾ ഭാഗമായ സിനിമയുടെ ഷൂട്ട് എറണാകുളത്തും ഇടുക്കിയിലുമായിട്ടാണ് പൂർത്തീകരിച്ചത്. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. കേരളത്തിൽ ഈ ഓണക്കാലത്ത് ഒരുപാട് സിനിമകൾ സംപ്രേഷണം ചെയ്യുന്നു എന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുന്നു. ആ സിനിമകളുടെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു സിനിമ സുരേഷ് ഗോപിയുടെ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. സിനിമ ഈ ആഴ്ച OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ ഓണം പ്രീമിയർ ആയിട്ട് സിനിമ കേരളത്തിൽ സംപ്രേഷണം ചെയ്യും. മറ്റ് കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സിനിമകളിലേക്ക് വരികയാണെങ്കിൽ കുഞ്ച കബൂബിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ഈ വർഷത്തിലെ മികച്ച വിജയം നേടിയെടുത്ത സിനിമയും രേഖാചിത്രം എന്ന മറ്റൊരു വൻ വിജയം നേടിയെടുത്ത ആസിഫ് അലി സിനിമയും കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ ധ്യാൻ ശ്രീനിവാസൻ സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും കേരളത്തിൽ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. മറ്റൊരു സിനിമ ആന്റണി വർഗീസിന്റെ ദാവീദ് എന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് സിനിമകൾ കേരളത്തിൽ ഈ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്യുന്നു. കാത്തിരിക്കാം ടെലിവിഷൻ പ്രീമിയറിനായിട്ടും TRP അറിയുവാനായിട്ടും. അവസാനമായിട്ട് എമ്പുരാന്റെ അടുത്ത ഭാഗമായ ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടനെ നഗനയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അടുത്ത ഭാഗം ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് മുരളി ഗോപി സിനിമയുടെ തിരക്കഥാകൃത്തം അറിയിച്ചിരിക്കുകയാണ്. അത് പ്രകാരം നേരത്തെ ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും അറിയിച്ചതുപോലെ തന്നെ L3 സംഭവിക്കും നടക്കുമെന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. L3യോട് കൂടി മാത്രമേ ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസ് പൂർത്തിയാക്കുകയുള്ളൂ എന്ന് മുരളി ഗോപി ഒരിക്കൽ കൂടി കൺഫേം ചെയ്യുന്നു. എമ്പുരാൻ പോലെ തന്നെ വൈകുമെങ്കിൽ പോലും കാത്തിരിക്കാം ലൂസിഫറിന്റെ മൂന്നാം ഭാഗം കൂടി കാണുവാനായിട്ട്.